few sisters to come up and pray. And I just want you all to sit and earnestly cry out from your heart that God will touch each one of us today. It might not be another meeting that we just came and left. It might not be a meeting that we spent 2 hours. You know how busy we sisters are. We have to juggle our life with so many responsibilities. We have to take care of our children, we have to go to work, we have to do all sorts of things, taking care of our parents, being in church. And in the midst of all this, we have taken time to be here. And I just want to praise and thank God, and I want you all to pray that God will touch each one of our hearts. There is no use coming to a meeting when we are not touched by the Spirit of God, and we cannot know the presence of God. Just be in an attitude of prayer. At this time, I'm going to ask our sister Eliama Philip to come forward and pray. And I'm going to ask Evelyn Johnson to come forward and lead us in prayer for the blessing of this meeting. And I just want you all to sing this attitude of prayer for the rest of the time. I'm going to ask Sister Reggie to come forward as well to say a word of prayer at the end. Sister. Hallelujah, praise the Lord, praise the Lord, praise the Lord, praise the Lord. Let us have a few minutes in the praising the Lord. Hallelujah. Thank you, Jesus, thank you, Jesus, thank you, Jesus. Hallelujah, 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 hallelujah. വിശുദ്ധന്മാരെ ദൈവങ്ങളുടെ ഇസ്രായേലിന്റെ സ്തുതികളുടെ വസിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സന്ധ്യാസമയത്ത് നമ്മുടെ വായ തുറന്ന് കർത്താവിനെ അർത്ഥത്തോടെ സ്തുതിപ്പാൻ അത് മടി കാണിക്കരുത്. ഹല്ലേലൂയ. ദൈവത്തോടെ സ്തുതിക്കുന്ന സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥന സ്തോത്രം ആരംഭിക്കുന്ന മധ്യാവുന്ന ഒരാളെ പറ്റി അദ്ദേഹത്തിന് നമ്മൾ വായിക്കാറുണ്ട്. പ്രാർത്ഥന സ്തോത്രമാണ് ആരംഭിക്കേണ്ടത്. ഹല്ലേലൂയ. അദ്ദേഹത്തെ അല്പനേരം സ്തുതിച്ചാണ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വാഗ്ദത്തത്തിന് വിശ്വസ്തനായ ദൈവമേ, വാക്ക് മാറാത്തവനായ കർത്താവേ, ഈ സന്ധ്യാസമയത്ത് ദൈവരായ ഞങ്ങൾക്ക് ഇങ്ങനെ കൂടുവാൻ തക്കോണം കർത്താവെ ഈ കൺവെൻഷന്റെ 2ാം ദിവസമായിരുന്നു ഞങ്ങൾക്ക് നൽകിയ അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. ഇതിന്റെ ഭാരവാഹികള് കർത്താവെ അശ്രാന്ത പരിശ്രമം ചെയ്ത് നിന്റെ തന്നിൽ കണ്ണീരൊഴുക്കി. ഹല്ലേലൂയ. ഇതിനുവേണ്ടി കർത്താവെ അശ്രാന്ത പരിശ്രമം ചെയ്ത് പ്രവർത്തിച്ചു. അതിന്റെ ഫലമായി ഇങ്ങനെ ഒരു കൺവെൻഷൻ നടക്കുവാൻ തക്കണം കർത്താവെ നീ പ്രസാദിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. രാത്രികാലം അടുത്ത് വന്നിരിക്കുന്നു കർത്താവെ, അവിടുത്തെ വാഗ്ദത്ത പ്രകാരം ഞങ്ങളുടെ മധ്യമുള്ളതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. 2-3 പേര് നാമത്തിൽ കൂടുതൽ അവർ നടുവിൽ നീ ഉണ്ടെന്നുള്ളതിന്റെ വാഗ്ദത്തം ഈ രാത്രികാലം ഞങ്ങൾ ഓർക്കും, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. ഈ രാത്രികാലം ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗാനങ്ങൾ ആലപിച്ച സഹോദരിമാരെ നീ അനുഗ്രഹിക്കണമേ കർത്താവെ. ഇതിനുവേണ്ടി ചുമൽ കൊടുക്കുന്ന സഹോദരിമാരെ നീ അനുഗ്രഹിക്കണമേ. ഈ പ്രസ്ഥാനത്തിൽ കർത്താവ് ചുമൽ ദാസന്മാരെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാലം നിന്റെ വാഴ്ച സംസാരിപ്പാൻ നീ കൂട്ടിവെച്ചിരിക്കുന്ന അവിടുത്തെ വലിയ രാശിക്കായി സ്തോത്രം ചെയ്യും കർത്താവെ. അദ്ദേഹത്തിന് വാഴ് നമുക്ക് തുറന്നു കൊടുക്കുമാറാണെന്ന് നമ്മൾ അപേക്ഷിക്കുന്നു കർത്താവെ. ഞാൻ പിന്നെ വശീകരണ മക്കളാലല്ല ഹല്ലേലൂയ ദഹനിശ്ചയത്തോടും ഹല്ലേലൂയ ശക്തിയോടും ആത്മാവോടും കൂടെ സംസാരിപ്പാൻ നിന്റെ മകളുടെ നാവിനെ ഹല്ലേലൂയ മുഴുവനായി നീ അഭിഷേകം ചെയ്ത് ശക്തീകരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വൈകിട്ട് വാൾ തുറന്നു കൊടുക്കണമേ കർത്താവെ. കേൾവിക്കാരെ ഹൃദയത്തെ തുറക്കുമാറാണമേ. അതിനും കേൾക്കുക മാത്രമല്ല ഹല്ലേലൂയ അതിനെ അനുസരിപ്പാനും അതിനെ പ്രവർത്തിപ്പാനും അതിനെ ആചരിച്ചുകൊണ്ട് കർത്താവെ ജീവിതത്തിൽ വേണ്ട വ്യതിയാനങ്ങൾ വരുത്തുവാൻ തക്കണം. പകരം പ്രതീക്ഷയോട് സംസാരിപ്പാൻ എന്റെ പരിശുദ്ധാത്മാവ് എന്റെ മകളെ ബലപ്പെടുത്തുവാനാണെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കുട്ടികൾക്ക് എല്ലാവരുടെയും ഹൃദയങ്ങളെ നീ തുറക്കുമാറാണെന്ന് കർത്താവെ. അതിന് കഴിഞ്ഞിരിക്കാക്കി ദൈവത്തിന് നിലങ്ങളെ നീ ഉഴുതു മറിച്ച് ഹല്ലേലൂയ അതെ ഹല്ലേലൂയ അതൊക്കെ വിത്ത് വീഴുവാൻ തക്കവണ്ണം കർത്താവെ അത് എല്ലാം നിലവാക്കി നിലങ്ങളാക്കി നീ തീർക്കണമെന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു. നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടുത്തെ നാമത്തിന് മാത്രമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ സാന്നിധ്യത്തിന്റെ ബോധം ഞങ്ങൾ ഇരുത്തണമേ. ഹല്ലേലൂയ. എല്ലാവരെയും കണ്ണ് നിങ്ങി മേൽ ചോദിക്കുന്നത് പോലെ ഈ രാത്രികാലം 17 ഞങ്ങളെ തുറന്ന് ശ്രദ്ധയോടെ ഇരിക്കാൻ ഞാൻ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. കുട്ടികൾക്ക് എല്ലാ ദേവാസന്മാരെയും എല്ലാ സഹോദരിമാരെയും നീ അനുഗ്രഹിക്കണമേ. അത് ഉറന്ന് പരിചയപ്പെടുത്തണമേ. യേശുവിനെ മാത്രം അപേക്ഷിക്കുന്നത് പറയാം. Our loving, gracious Heavenly Father, Lord Jesus, we thank you for the promise of your abiding presence when your children, when we come to seek your face, oh God. Lord, we thank you that you are here in the midst of us, oh God.
And we pray that the fire of the Holy Spirit would burn away the dross, would burn away the flesh, would burn away everything that is grieving you, Holy Spirit. Wash us in your blood, O God. Cover all of our sins and everything that grieves you, Holy Spirit. Oh, make us new in your presence, O Lord. Father, we pray, Lord, that you would give us such a deep conviction, O Father. Give us a new vision for our lives, O Lord. Make us discerning of your heart, your desires, your thoughts, your purposes for us in the season of our lives, O God. Would you transform us? Would you touch us? Would you change us today, O Father? We pray for an outpouring of your Holy Spirit, Lord Jesus. We pray, Father, that you would fill us to overflowing in this night, O God. That your fire would touch us and change us, O Lord. That you would renew us in your presence, O Father. That we would be able to fix our eyes on you, Jesus. I pray, Father, that you would raise us up to be the watchmen in this city, O God. I thank you that you are giving us grace to be prayer warriors, to be intercessors, O Lord. You are giving us grace to read your word. I pray that your word would dwell richly on the inside of us, O Father. Use us in these days, O God. Bless us as we wait eagerly in your presence to hear your word, O God. We call and draw on the anointing of your daughter, of your servant, Lord Jesus. And we pray that you would overtake her, Lord Jesus, completely with your power. Fill her with your power, Lord Jesus. Satan, I rebuke you in the name of Jesus. I rebuke every disease in this place. I release the healing virtue of Jesus Christ in the name of Jesus. I pray, oh God, that you would bring healing, oh Father, this night, oh God, of every emotional wound, of every physical wound, oh God. Give us freedom and liberty in your presence, oh Father. Let every sin that ensnares us, oh God, let the chains be broken in this night, oh Father. Give us your power, Lord. Let your fire fall on us, Lord Jesus. Thank you, God. Touch us this evening, oh Father. We wait in your presence, oh God, with expectation. Meet us here, oh Lord. In Jesus' precious name we have prayed. Amen. Hallelujah. Thank you, Jesus. Hallelujah, hallelujah, hallelujah. We praise you, Lord. Thank you, Jesus. Thank you, Jesus. Thank you, Lord. സ്തോത്രം 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 നിത്യസ്നേഹം കൊണ്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിന്റെ ഉച്ചതിരുന്ന സമയത്ത് കർത്താവേ, വീണ്ടും വിമൻസ് ഫെലോഷിപ്പിന്റെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കഴിഞ്ഞ ആഴ്ചയുടെ ദിവസങ്ങളിലൊക്കെ ഞങ്ങളെ കാത്തു പരിപാലിച്ച് ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങളൊക്കെ നീ കാത്തു ക്ഷേമത്തോടെ നിന്റെ സന്നിധിയിൽ കൊണ്ടുവന്നതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, വന്ദിക്കുന്നു കർത്താവേ. ഇരുട്ടാകുന്ന ഞങ്ങളുടെ കാലന്ധകാരപർവ്വത്തിലിടറി പോകുന്നതിന് മുൻപേ നിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുപ്പിന്ന് ഞങ്ങൾ വായിക്കുന്ന പോലെ കർത്താവേ, ഈ നിശ്ചിത സമയം കർത്താവേ, ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങൾ മഹത്വം തരുന്ന കർത്താവേ, നീ ഞങ്ങളെ സഹായിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ. വിമൻസ് ഫെലോഷിപ്പിനെ അനുഗ്രഹിക്കണമേ, ഇതിൻ്റെ സകല പ്രവർത്തനങ്ങളെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിന്നെ മാനിക്കുന്നവരെ നീ മാനിക്കുന്ന ദൈവമായതുകൊണ്ട് കർത്താവേ, സഹോദരിമാരായി ഞങ്ങൾ നടത്തുന്ന സകല പരിപാടികളും കർത്താവെ നീ അനുഗ്രഹിച്ച് മഹത്വപ്പെടുത്തി വേണ്ടതായ ഗൈഡൻസ് എല്ലാം നീ എല്ലാവർക്കും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കുറ്റങ്ങളുണ്ട്, കുറവുണ്ട്, അവയെല്ലാം തങ്കച്ചോരയാൽ കഴുകി വെടിപ്പാക്കി ഓരോ ദിവസവും കൊണ്ട് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് നിന്റെ കൃപാസനത്തിനോട് അടുത്ത് വരാൻ ഓരോ ദിവസവും ഞങ്ങളെ സഹായിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇത് അന്ത്യകാലമായ സമയം തക്കത്തിലും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുവാൻ സഹായിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ഓരോ ദിവസവും അലർന്ന സുവംബറോടെ അലർന്നിക്കൊണ്ട് നടക്കുന്ന സമയത്ത് കർത്താവെ, അവൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി ദൈവത്തിൻ്റെ സർവായുധവും വർഗം ധരിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടസ്ഥിരതയോട് ഓടുവാൻ ഓരോ ദിവസവും ഞങ്ങളെ സഹായിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇത് കൂടിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും വ്യക്തികളായി കുടുംബങ്ങളായി താഴ്ത്തി ഫലമേൽപ്പിക്കുന്ന കർത്താവെ. ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അന്ധകരണത്തിൽ നീ അറിയുന്നല്ലോ കർത്താവെ. ഓരോരുത്തരെ സഹായിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്റെ വിശുദ്ധ വചനം പറയുന്ന നിന്റെ സഹോദരിയോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട ദൂത് പറയുവാൻ നിന്റെ സഹോദരി മകളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുണ്ട്. സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ. വചനം കേൾക്കുവാൻ കർത്താവെ, നല്ല നിലത്ത് വീണു നല്ല നിലത്ത് വീണ വിത്ത് പോലെ ആയിത്തീരുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങൾ നീ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾക്ക് കിട്ടിയ ഈ ദൈവിക വിളിച്ച് ഞങ്ങളുടെ തലമുറയുടെ കൈമാറുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴിപ്പാൻ മാതാക്കളാൽ ഞങ്ങളെ നീ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളാരും കർത്താവെ ഈ രാജ്യത്ത് വന്ന് ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ ഒരിക്കലും ഇടയായെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അനേക കുഞ്ഞുങ്ങളെ തീർന്ന് പഠിച്ചിരിക്കുന്നവരായി തങ്ങളുടെ തലമുറകളായി തീരുവാൻ നീ ഞങ്ങളെ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവർക്ക് വേണ്ടി ഇടവിൽ നിന്ന് കണ്ണീരൊഴിപ്പാൻ ഞങ്ങളെ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്ന കർത്താവെ. അടിയങ്ങളെ ഓരോരുത്തരെയും താഴ്ത്തി ഫലമേൽപ്പിക്കുന്നത് അന്ത്യകാലമാകിയാൽ അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, നിന്റെ വചനത്തിനായുള്ള ദാഹം തന്നെ ഈ നാൾ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അനുഗ്രഹിക്കണമേ, ആസ്വദിക്കണമേ, യേശുവിൻ്റെ നാമത്തെ അപേക്ഷിക്കുന്നു കേൾക്കണമേ. ആമേൻ. നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.
നമ്മൾ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഈ വിമൻസ് ഫെലോഷിപ്പിനെ കുറിച്ച് അല്പം പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ വിമൻസ് ഫെലോഷിപ്പ് ഞാൻ ഇന്നലെ പറഞ്ഞാണ്, but I'm just going to repeat it a little and I want to welcome everyone. We started this women's fellowship meeting in 1991, November of 1991, and God has been faithful to us from then till now. God has been a mighty God. He has helped us. We have been having meetings almost every month. For the sisters and brothers who don't know what we do, we have fellowship meetings, we have fasting and prayer, nursing home ministries, tract distribution at times, and we also have this annual convention, and we help our sisters back home in India. We send funds to them so they can work with the sisters there with the housing, and getting women married, and also help them with employment. So we do help our sisters back home, and I just thank all the pastors for helping us and the churches who are helping us financially. I just want to thank God for the ways that the churches have helped us thus far, and I just want to thank God for helping us every step, every time we had a meeting, and the sisters have been so gracious and churches have been gracious enough and helping us every step of the way in our sisters' meetings. And I just want to thank everybody for that. I just want to welcome every pastor here. I want to welcome all the sisters and brothers in Christ who have come over. And I see our pastor, all our pastors here, and I want to welcome each one of you to this meeting. I see our dear uncle, Kumar uncle here. I just want to welcome you, who works tirelessly for the Lord. And I just want to welcome above all, and I want to thank God, and our dear sister Padma Mudaliar, who is here. And I just want to let you all know that from the beginning, when we started thinking about this convention, been praying, and the Holy Spirit has been giving a special leading to call sister, and that is how, in a very amazing way, that we were able to get Sister Padma Mudaliar for this meeting. And she's a well-known speaker, she's a crusade speaker, but we have been able to get her, and I think it was the will and the purpose of the Lord. And I believe that every appointed person, the meeting here is an appointed way, and it is meant for some people here, and I just thank God for that. And as sister, I want to welcome you once again to this meeting. We had a wonderful session this morning. We have heard the word yesterday. Great encouragement, and she's staying with me, and it's a great encouragement for me, especially with my faith and my walk with the Lord. And I just want to welcome you again to this meeting. And I also want to welcome Sister Dr. Edith and Pastor Prakash to this meeting. Their daughter and son-in-law of Sister Padma Mudaliar. It's been a great joy to hear, and we're going to hear some more from her today. What a great joy when young people serve the Lord, when young people pray, and young people are worshipers. I just praise God. All our children, I want all our children, the young mothers here, please make sure that your children become worshipers. Pray that they will become worshipers. The young mothers who are just expecting children, please pray that even when your children are in your womb, when your child is in your womb, that they will become worshipers of God. There is nothing in this world that you need more than children being worshipers. The children who love God, children who will serve God, children who have a great desire to serve the Lord. Just pray that way. That's all you need to pray. I don't remember praying for education for my children. I don't remember praying for anything else in their life. I always prayed from a young age that they will serve the Lord. They will have a great desire to serve the Lord. They will become true worshipers in the presence of God. My God has always honored me, and all honored my prayers. Please, all the young sisters, please pray that your children will become worshipers. They need to be worshipers. We need to have a young generation who will worship the Lord, who worship. I heard a message when he said, when you worship, your worship should be not for show, not for anything else, but your God, whose presence will be here, will be attracted towards your worship.
that we pray that we will become worshippers. Our young generation will become worshippers, and not for anything else but for the glory of God in this world, in this generation, that they will stand for the Lord. They will stand in this country for the Lord, and they will serve the Lord. Have a desire, a passion for the Lord, passion for the souls, and that's what we should have. We should pray. All the mothers pray, and I know that all of you are great prayer warriors, but you know what, keep praying. Or the young people, this is my advice to the young people. Devathinu Stotram. At this time I want to invite Sister Ansi Paulos. She is, we have something in common. We both are social workers, and she has a great passion for the Lord. You know, she has come from a Jacobite background. And it's amazing the way she has come forward, and she has left everything and serves the Lord, sings for the Lord. And I'm just very touched by you, and I invited her to come and lead us in worship with the English songs. So here's Ansi Paulos. Praise the Lord. Amen. Praise God. So great to be at a women's fellowship meeting with our token men also here too. But when women come together and pray, it really is a powerful, powerful meeting. I was very excited to get the invitation to come here today. And I just really just know that the presence of God will, above all else, minister to us this evening. We've all had a very long day, but we've come here tonight to meet with God. Praise God. As the Manana worship was going on, was just thinking about, Lord, what is, and truly the worship and the prayer was just a beautiful way to segue and usher us into the presence of God. But just thinking about, Lord, what worship, what kind of worship truly pleases you? And I was reminded of Hannah's prayer while I was sitting here. When Hannah prayed in such a way where Eli the priest looked upon her and said, I see your lips moving, yet I cannot make out what words are you saying. Are you drunk with wine? And yet she said, what she said in 1 Samuel was, as she was praying to the Lord, Eli watched her, seeing her lips moving but hearing no sound. He thought she had been drinking. Must you come here and be drunk? He demanded. Throw away your wine. Oh no, sir, she replied. I haven't been drinking wine or anything stronger, but I am very discouraged, and I was pouring out my heart to the Lord. Amen. And that right there struck me. I was pouring out my heart to the Lord. To be a worshiper, as we were hearing before, has nothing to do with the eloquence of your song or your ability to sing. But worship, adoring God, is all about simply pouring out your heart to the Lord. So I ask that as we sing, just for a few minutes, we're just going to sing a short worship set. I ask and I dare each, including myself, to not just simply sing, but to let it be a groaning that comes from deep inside of us, where the people next to you don't recognize the song, they don't recognize the words that you're saying, but all they know is that you are pouring your heart out to God in that very moment. And as Val Sandy was sharing before, may our children also see us as people that are just not eloquent singers and not eloquent speakers, but people that turn to nobody else, but turn to the Lord. For if we turn to man, we will be often disappointed. But anyone who turns to the Lord and pours their heart out to God will never ever leave his presence disappointed. So I ask if we can all stand to our feet. We're going to just spend a little time in worship. Praise God. This is a very simple chorus. It says, I need you more than yesterday. Praise God. And I ask that as we sing and as we worship him, that we can forget our surroundings for a moment and just bask in the presence of God that is here in this place. Amen. Thank you, Jesus. Thank you, Jesus. I need you more than yesterday. I need you more than words can say. I need you more than ever before. I need you
than the songs I sing, more than my next heartbeat, more than anything. And Lord, as time goes by, oh, I'll be by your side, 'cause I never wanna go back to my old life. I need you more than yesterday. I need you more than words can say. I need you more than ever before. I need you I need you oh, more than the air I breathe, more than these songs I sing, or more than my next heartbeat, more than anything. And Lord, as time goes by, oh, I'll be by your side, 'cause I never wanna go back to my old life. I need you oh God, more than yesterday. I need you more, Jesus. Oh, more than words can say. I need you more than ever before. I need you more. I need you more, Jesus. More than my next heartbeat, oh, more than anything. And Lord, as time goes by, oh, I'll be by your side, 'cause I never wanna go back to my old life. I need you more, Jesus, more than yesterday. Today, Lord, I need you more, Jesus, more than words can say. I need you more than ever before. I need you, Lord Jesus. I need you, oh Jesus. Oh, how I need